بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا رسول الله محمد بن عبد الله صلى الله وسلم وبارك عليه وعلى آله وصحابه ومن تبعهم بإحسان وعلينا وعلى مشايخنا وأساتذتنا ومصنفي كتبنا وذوينا وأحبابنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم. ربي يسر ولا تعسر، ربي زدنا علما وحلما وفهما وعقلا، ربي تمم بالخير والسعادة، والله ولي التوفيق ومنه التحقيق وبه التصديق. إنما الأعمال بالنيات والعاقبة للمتقين. ഇനി സുമ്മ തഅഹുദു മആതിഫിഹി എന്നാണല്ലോ. അപ്പോൾ ഒളുവിൻ്റെ സുന്നത്തുകളാണല്ലോ പറയുന്നത്. അപ്പോൾ ഒളുവിൻ്റെ അല്ല, കുളിയുടെ. അപ്പോൾ കുളിയുടെ സുന്നത്തുകളുടെ കൂട്ടത്തിൽ ആദ്യം ഖദറൊക്കെ നീക്കണം എന്ന് പറഞ്ഞ് അക്മലുഹു ഇസാലത്തുൽ ഖദരി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒളു എടുക്കണം. അപ്പോൾ പൂർണ്ണമായ ഒളു എടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് എന്ത് തഅഹുദുൽ മആതിഫ്. സുമ്മ ബഅദൽ വുളൂഇ. പിന്നെ വുളുവിന്റെ ശേഷം തഅഹുദു മആതിഫിഹി. ആ മആതിഫ് എന്ത് ചെയ്യുക? സൂക്ഷിച്ചു കഴുകുക. വഹിയ മാ ഫീഹി ഇൽതിവാഉൻ വൻഇത്വാഫുൻ. അപ്പോ മആതിഫ് സൂക്ഷിച്ചു കഴുകുക. മആതിഫ് എന്ന് പറഞ്ഞാൽ മഅതിഫിന്റെ ജമ്മാണല്ലോ മആതിഫ്. മഅതഫ് അതഫ യഅതിഫു എന്ന് പറയും മടക്കുക എന്നർത്ഥം. മഅതിഫിന്റെ ജമ്മാണ്. അപ്പോൾ മഅതിഫ് എന്ന് പറഞ്ഞാൽ മടക്കുന്ന സ്ഥലം. മഅതിഫ് അതാണ് മാ ഫീഹി ഇൽതിവാഉൻ വൻഇത്വാഫുൻ. മടക്കും ചുളിവൊക്കെയുള്ള സ്ഥലം എന്നാ. ഇൽത്തിവാന്റെ തഫ്സീറാണ് ഇന്നിത്താഫ് എന്ന് പറഞ്ഞത്. അപ്പൊ മടക്ക് ചുളിവ് എന്നാണല്ലോ തൊലിയിലുണ്ടാവും പറയാം. അപ്പൊ ഇതൊക്കെ സൂക്ഷിച്ചു കഴുകുക. തഅഹുദ് എന്ന് പറഞ്ഞാല് റിയായത്ത് എന്നല്ലേ, ഇഹ്തിമാമ് എന്നാണ്. അപ്പൊ അവിടെ ഒരു പ്രാധാന്യം കൊടുക്കുക. അത് കഴുകുമ്പോൾ അതിനെ സൂക്ഷിച്ചു കഴുകുക എന്നല്ല, അവിടെ ഒന്ന് നല്ലപോലെ കഴുകുക. ഒരു പ്രത്യേക പ്രാധാന്യത്തോടുകൂടെ പരിഗണനയോടുകൂടെ കഴുകുക. ഏതുപോലെ ഈ മആതിഫിന്റെ ഉദാഹരണം കൽ ഉദിനി ചെവി, വ തബഖിൽ ബത്നി വയറിന്റെ മടക്ക്. വയറിന്റെ മടക്ക് എന്ന് പറഞ്ഞാല് പിന്നെ ബത്തിന് വലിയ വയറുള്ള ആളാവുമ്പോ മടക്കുണ്ടാവില്ലല്ലോ, അല്ലേ? അത്രയും വലുതാണെന്നാ പിന്നെ വയറിന്റെ നെഞ്ചിന്റെ ഇടയിൽ മടക്ക് വരും. അങ്ങനെ അങ്ങനെ സാധാരണ ഉള്ള വയറ്. ബത്തിന് എന്ന് തായിന് സുക്കൂനായിട്ട് ബത്തിന് എന്ന് തായിന് കസറാവുമ്പോ എന്താണ് കബീറുൽ ബത്തിന് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ തബഖുൽ ബത്തിന് വസ്സുറത്തി, സുറത്ത് പോലെയും. അപ്പൊ അത് ഉദിനിന്റെ മേലത്തുവാ. അതെങ്ങനെ ഈ തഅഹുദ് അതിന്റെ അർത്ഥം പറയുന്നു ബിഅൻ യൂസിലൽ മാഅ ഇലൈഹ. ആ മആതിഫുകളിലേക്ക് വെള്ളം എത്തിക്കുക. അതെങ്ങനെ ഹത്താ യതയഖന അന്നഹു അസാബ ജമീഅഹ. അപ്പൊ ആ തഅഹുദ് ചെയ്യുമ്പോ ഇവൻ ഉറപ്പാകും. ഹത്താ യതയഖന, ഉറപ്പാകുന്നവരെ വെള്ളം എത്തിക്കുക. അന്നഹു അസാബ, വെള്ളം എത്തി, ജമീഅഹ, ആ മആതിഫ് മുഴുവൻ എത്തി എന്ന് ഉറപ്പാകുന്നവരെ വെള്ളം എത്തിക്കുമ്പോഴാണ് തഅഹുദ് എന്ന് പറയുക. അപ്പൊ ആ പ്രത്യേക പ്രാധാന്യത്തോടുകൂടെ കഴിയുന്ന പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് കഴിയുക എന്ന് പറഞ്ഞാല് ആ മടക്കിലെല്ലാം വെള്ളം എത്തിന്ന് ഉറപ്പ് വരുത്തുക. അത് സുന്നത്ത അക്മലിന്റെ ഭാഗം. ഇന്നമാലം യജിബ് ദാലിക. അപ്പൊ ഇത് നിർബന്ധമാകണ്ടേ? കാരണം എന്താ?
നിർബന്ധമാകണം എന്ന് പറഞ്ഞാൽ ഈസാലുൽ മാ നിർബന്ധമാണല്ലോ, എല്ലാ സ്ഥലത്തേക്കും വെള്ളം എത്തുക എന്നുള്ളത് നിർബന്ധമാണല്ലോ. അപ്പൊ ഈ താഹുദ് നിർബന്ധമാകല്ലേ വേണ്ടത്? അത് നിർബന്ധമായില്ല. എപ്പോ ചിലപ്പോ നിർബന്ധമാകും, അത് പറയുന്നുണ്ട്. പിന്നെ ഇന്നമാലം യജിബ് എന്ന് പറഞ്ഞാൽ താഹുദ് നിർബന്ധമായില്ല. ഹൈസുൽ ലന്ന ഉസൂലഹു ഇലൈഹ, ഇവൻ ആ വെള്ളം എത്തി എന്നത് ലന്ന് ചെയ്യുമ്പോ നിർബന്ധമില്ല. ഇലൈഹ മാറ്റിഫിലേക്കൊക്കെ വെള്ളം എത്തുന്നു എന്ന് ലന്നുണ്ടാവുമ്പോ നിർബന്ധമില്ല. കാരണം എന്താ? ലിഅന്ന തഅമീമൽ വാജിബ യുക്തഫാ ഫീഹി ബിഗലബത്തിൽ ലന്നി. കാരണം വാജിബായ തഅമീം എല്ലായിടത്തും വെള്ളം എത്തിക്കണം എന്ന് പറഞ്ഞല്ലോ, അതിൽ മതിയാക്കപ്പെടും ബിഗലബത്തിൽ ലന്നി, ഗലബത്തുൽ ലന്നു കൊണ്ട് മതിയാക്കപ്പെടും എന്നാ. അപ്പൊ ഗലബത്തുൽ ലന്നു കൊണ്ട് മതിയാക്കപ്പെടുമ്പോ എന്തായി? നിർബന്ധമില്ല. ഇവിടെ ലന്നുണ്ടായല്ല, ഹൈസുലന്ന ഉസൂലഹു ഇലൈഹ എന്നുള്ള ലന്നുണ്ടല്ലോ, അത് മതി. അപ്പൊ അതുകൊണ്ട് നിർബന്ധമില്ല. വയതഅക്കദു ദാലിക ഫിൽ ഉദ്നി, ഇത് ചെവിയിൽ എന്താണ്? മുഅക്കദാണ്. മറ്റിപ്പോ പറഞ്ഞ ഉദാഹരണം കണ്ടല്ലോ, തബഖുൽ ബത്തന്, സുറത്ത്, ഇങ്ങനത്തതിനൊക്കെ പുറമെ ചെവിയിലൊരു മുഅക്കദായ സുന്നത്താണ് ഈ തഅഹുദ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ബിയൻ യഖുദ കഫം മിൻ മായിൻ, അവന് ഒരു കഫ് വെള്ളം എടുക്കുക, ഒരു കയ്യില് വെള്ളം എടുക്കുക. സുമ്മ യുമീല ഉദ്നഹു, പിന്നെ തല ചെവി ചരിക്കാന്ന്. ചെവി ചരിക്കുക എന്ന് പറഞ്ഞാൽ തല ചരിക്കുക, അപ്പോഴല്ല ചെവി ചെരിഞ്ഞു വരിക. വയലാഹ അലൈഹി, ആ ചെവിയെ വെക്കുക. അലൈഹി കഫും മിൻ മാ ഉണ്ടല്ലോ, ആ എടുത്ത വെള്ളത്തിലേക്ക് ഇങ്ങോട്ട് വെക്കുക. അപ്പൊ തല ചരിച്ചിട്ട് ഇങ്ങനെ വെക്കുക, അങ്ങനെ. അല്ലാതെ എന്താണ് അങ്ങോട്ട് വെള്ളം ഒഴിക്കലല്ല. കയ്യിലിങ്ങനെ വെള്ളം പിടിച്ചോണ്ട് തല അങ്ങോട്ട് ചരിച്ചിട്ട് ചെവി ആ കയ്യിൽ മുക്കുക, കയ്യിലെ വെള്ളത്തില്. ഇതാണ് അവിടുത്തെ രൂപം. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതിൽ? യൗമനമിൻ വസൂലിഹി ലി ബാത്തിനിഹി, അമ്നുണ്ടാകാന്, പേടിയില്ലാതിരിക്കാന്. പിന്നെ എന്തിനെ തൊട്ട്? മിൻ വസൂലിഹി, ആ വെള്ളം എത്തുന്നതിനെ തൊട്ട് അമ്നുണ്ടാകുക. എങ്ങോട്ട്? ലി ബാത്തിനിഹി, ആ ഉദിനിന്റെ ഉള്ളിലേക്ക്, ചെവിന്റെ ഉള്ളിലേക്ക്. ഉദിന് ലി ബാത്തിനി ഹീന്ന എന്റെ കിതാബിലുള്ള. ബാത്തിനി ഹീന്നാവുമ്പോ ലമീർ ഉളുവ് എന്ന മറ്റേ അർത്ഥത്തിന് മുതക്കറാക്കിയത്. അല്ലെങ്കിൽ സാധാരണ ഈ രണ്ടെണ്ണുള്ള മുഅന്നസായിട്ടാണല്ലോ ഉപയോഗിക്കുക. അപ്പൊ ചെവിയൊക്കെ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. അതിനു മുമ്പ് അങ്ങനെയാണല്ലോ ഉപയോഗിച്ചത്. യലാഹ, ചെവി. മിൻ വസൂലിഹി ലി ബാത്തിനിഹി, ആ വെള്ളം എത്തുക. ഉദിനിന്റെ ബാത്തിനിലേക്ക് വെള്ളം കയറണ്ട. ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ ചെവിയിൽ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും, നോമ്പുകാരനാണെങ്കിൽ നോമ്പ് കുറിയുകയും ചെയ്യും. ഇതൊന്നും വരാതിരിക്കാൻ എന്ത് ചെയ്തു? ഈ തഅഹുദ് ഈ രൂപത്തിൽ ചെയ്യാന്ന് ചെവിയില്. വബുഹിസ തഅയ്യുനു ദാലിക അല സായിമി ലിൽഅംനി ബിഹി അനിൽ മിനൽ മുഫത്തിരി. ഈ രൂപം തഅയ്യുനു ദാലിക എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞ സൂറത്ത് മുതഅയ്യിനാണ് എന്ന് ബഹ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആർക്ക്? അലസായിമി. അപ്പൊ തഅഹുദാക്കുമ്പോ ഈ രീതിയിൽ തന്നെ ചെയ്യണം. ആര്? നോമ്പുകാരൻ. ഇങ്ങനെ കയ്യിൽ വെള്ളം എടുത്തിട്ട് തല അതിലേക്ക് ചരിച്ച് ചെവിയിൽ മുക്ക് തന്നെ വേണം, അല്ലാതെ ചെവിയിലേക്ക് വെള്ളം കോരി ഒഴിക്കരുത് തഅഹുദിന് വേണ്ടി എന്ന് ബഹ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ്? ലിൽഅംനി ബിഹി, ഇതുകൊണ്ടിട്ട് അമ്നുണ്ടാകും. ദാലിക്കന്റെ ഇഷാറത്ത് മടങ്ങുന്നതിലേക്ക് ബിഹിന്റെ ലമീറും മടങ്ങുന്നത്. അപ്പോ ഈ പറഞ്ഞ രൂപം നടത്താം. അയ്യഹുദ കഫം മിൻ മാഇൻ മുതൽ ഇങ്ങോട്ട് പറഞ്ഞ ആ മദ്കൂർ, ആ മദ്കൂർ കൊണ്ടിട്ട് എന്തുണ്ടാവും? അമ്നുണ്ടാകും. മിനൽ മുഫത്തിരി, നോമ്പുറിയുന്ന കാര്യത്തിനെ തൊട്ട്. എന്താ നോമ്പുറിയുന്ന കാര്യം? ഉസൂലുഹു ലി ബാത്തിനിഹി എന്ന് പറഞ്ഞത്. അപ്പൊ അവന് മുതഅയ്യിനാണ് എന്ന് ബഹ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതാ. എന്ന് പറഞ്ഞാല് അതെന്നെ വേണമെന്നില്ല, അമ്നുണ്ടായാൽ മതിയല്ലോ. അതുകൊണ്ടായിരിക്കും ബുഹിസ എന്ന് പറഞ്ഞത്. പിന്നെ ഇനി സുമ്മ യുഫീലു അലാ റഅസിഹി വയുഖല്ലിലുഹു സുമ്മ ഷിഖ്ഖിഹിൽ ഐമനി സുമ്മൽ ഐസരി എന്ന. അപ്പൊ അങ്ങനെ ഒതെടുത്തു, മാത്തിഫൊക്കെ എന്താണ് സൂക്ഷിച്ചു കഴുകി. ഇനി എന്ത് ചെയ്യുക? തലയിൽ വെള്ളം ഒഴിച്ച് കുളി തുടങ്ങുക. ഇപ്പൊ അതിന് മുത്തഖദ്ദിമായ സുന്നത്തുകളാണല്ലോ ചെയ്തത്. അതാ സുമ്മ യുഫീലു അലാ റഅസി, പിന്നെ തലയിൽ ആദ്യം വെള്ളം ഒഴിക്കണ്ടേ. സുമ്മ എന്ന് പറഞ്ഞാൽ ബഅദ തഅഹുദിഹ, ഉണ്ടോ?
തെർത്തീബായിട്ടാണ് ഇങ്ങനെ പോരുന്നത്. ആദ്യം ഇസാലത്തുൽ ഖദറാണ്, പിന്നെ ഒളു എടുക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് താഹുദുൽ മാഅത്തിഫ്. അപ്പൊ ഒരു അല്പം വെള്ളം എടുത്തിട്ട് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഒന്ന് പുരട്ടുക, ഒന്ന് നനക്കുക. അതാണ് താഹുദുൽ മാഅത്തിഫ്. അത് കഴിഞ്ഞിട്ട് തലയിൽ വെള്ളം ഒഴിക്കുക. സുമ്മ യുഫീലുൽ മാ അലാ റസിഹി ഖബലൽ ഇഫാലത്തി, എന്നിട്ട് പിന്നെ വയുഹല്ലിലുഹു എന്ന വാവ് കൊണ്ട് തഖ്ലീലും ചെയ്യുക. അപ്പൊ വാവ് മുത്തലക്കുൽ ജമ്മിനാണല്ലോ. അപ്പൊ ഈ തലയിൽ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പും ആകാം, അതിന്റെ ശേഷം ആകാം ഈ തഖ്ലീല്. മുടി എന്ത് ചെയ്യുക, ഇടകോർത്തൊന്ന് കഴുകുക എന്നുള്ളത് ഈ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പും ശേഷം ആകാമല്ലോ, വാവ് കൊണ്ടല്ലേ അത്തിഫ്. അപ്പൊ അത് ഇവിടെ മുമ്പാ വേണ്ടത്. അതാ എന്ത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഖബലൽ ഇഫാലത്തി അലൈഹി, തലയിൽ വെള്ളം ഒഴിക്കുന്നതിന്റെ മുമ്പ്. അല്ല ഔലാലഹു, അവന് നല്ലത് ഇദാകാന ലഹു ഷഅറുൻ, തലയിൽ മുടിയുണ്ടെങ്കിൽ, ഫീ നഹ്വി റഅസിഹി, തല പോലത്തതിൽ മുടിയുണ്ടെങ്കിൽ, ഔ ലിഹിയത്തിഹി, അല്ലെ താടിയിലൊക്കെ മുടിയുണ്ടെങ്കിൽ, അന്നഹു, നല്ലതെന്താണ്, അല്ല ഔലാ അന്നഹു യുഖല്ലിലുഹു, ആ ഷഅറിനെ ഇടകോർത്ത് കഴുകണം. അതെങ്ങനെ, ബിയൻ യുദ്ഖില അസാബിഅഹുൽ അശറ, 10 വിരലിനെയും ഇദ്ഖാലിയ, പ്രവേശിപ്പിക്കുക, മബ്ലൂലത്തൻ, 10 വിരലൊന്ന് നനക്കുക. ആദ്യം നനഞ്ഞ വിരലിനെ ഉസൂല ശാരിഹി, എവിടെ ഇദ്ഖാലിയ, ആ മുടിയുടെ എന്താണ് രോമകൂപങ്ങളിൽ, ആ മുടി മുളക്കുന്ന സ്ഥലം, അവിടെ ഇങ്ങനെ എന്ത് ഒന്നാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് ചൊറിയും പോലെ ആക്കി കൊടുക്കുക, ഒന്ന് മാലീസിടും പോലെ ആക്കി കൊടുക്കുക. ഉസൂല ശാരിഹി ലില്ലിത്തിബായി. അപ്പൊ ഇത് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പാ. അപ്പൊ താഹുദുൽ മാഅത്തിഫ് എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയൊക്കെ എന്താണ് വെള്ളം കൊണ്ട് ചില സ്ഥലങ്ങളൊക്കെ കഴിയുമല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ഈ മുടിയൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഇടകോർത്ത് കഴിയുക. അത് കഴിഞ്ഞതിന് ശേഷം തലയിൽ വെള്ളം ഒഴിക്കുക. ഇങ്ങനെയാണ് അതിന്റെ തർത്തീബ്. വയുസന്നു തഖ്ലീലു സായിരി ശുഊരിഹി, ഇപ്പൊ പറഞ്ഞത് തലയിലും എന്ന പോലെ എന്താണ് ലിഹിയത്ത് പോലത്തതിലും എന്നാണ്. പിന്നെ അപ്പൊ അതുപോലത്തത് എന്ന് പറഞ്ഞാല് ലിഹിയത്ത് പോലത്തത് ആരിത് ഇതാറൊക്കെ മുഖത്ത് തന്നെ ഉണ്ടല്ലോ, എന്ത് ഷാറുൽ ഖദ്, അതൊക്കെ മതി. അതല്ലാതെ മറ്റു രോമങ്ങളും എന്ത് ചെയ്യുക, വൈസന്നു തഖ്ലീലു സായിരി ശുഊരിഹി, ഇവന്റെ മറ്റു രോമങ്ങളെല്ലാം എന്താണ് തഖ്ലീൽ ചെയ്യുക. കക്ഷത്തെ രോമം, അതുപോലെ എന്താണ് ഫർജിലെ രോമം, ഇതൊക്കെ എന്താണ് പിന്നെ നീണ്ടിട്ടുണ്ട്. അപ്പൊ തഖ്ലീൽ ചെയ്യൽ സുന്നത്താണ്. പിന്നെ അതാത് സമയങ്ങളിൽ പഠിക്കേണ്ടതാണ്. ഇനി ഒരാൾ പഠിക്കാൻ വൈകിപ്പോയി, എന്നാലെന്താ, കുളിക്കുമ്പോ തഖ്ലീൽ ചെയ്യൽ സുന്നത്തിന്റെ സായിറു ശുഊരിഹി ലിഅന്ന ദാലിക അഖറബു ഇല സിഖത്തി ബിഉമൂമിൽ മാഇ ലഹാ, കാരണം എന്താ, തഖ്ലീൽ അഖറബാണ് എന്തിന്, ഇല സിഖത്തി ഉറപ്പാകാൻ, ബിഉമൂമിൽ മാഇ ലഹാ, ആ ശുഊറുകളൊക്കെ വെള്ളം ആമാക്കിയിട്ടുണ്ട് എന്നത് ഉറപ്പാകാന് തഖ്ലീൽ നല്ലതാണ്. അതുകൊണ്ട് വൽ മുഹ്രിമു കഗൈരിഹി, ഇവിടെ മുഹ്രിമു മറ്റുള്ള ആളെ പോലെ തന്നെയാണ്. വുളൂന്റെ അവിടെയും പറഞ്ഞിരുന്നല്ലോ, തഖ്ലീലാക്കുമ്പോ മുഹ്രിമ് ഇഹ്റാം ചെയ്ത ആള് തഖ്ലീലാക്കണോ, അതെ റിഫ്കോട് കൂടെ തഖ്ലീലാക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടെയും മുഹ്രിമല്ലാത്ത ആളെ പോലെ തന്നെ മുഹ്രിം, അയാളും തഖ്ലീൽ ശുഊർ നടത്തണം. പക്ഷേ ലാക്കിൻ യതഹറ റിഫ്ക, റിഫ്കിനെ പരിഗണിക്കണം, മിതമയത്തോടുകൂടെ ചെയ്യാവൂ, അമർത്തി ചെയ്യരുത്. ഖശിയത്തൽ ഇന്തിതാഫി, മുടി കൊഴിയുന്നത് പേടിച്ചിട്ട്. ഇവൻ തഖ്ലീലാക്കുമ്പോ മുടി കൊഴിഞ്ഞു പോയാൽ പിന്നെ അതിന്റെ എണ്ണം നോക്കിയിട്ട് വിധിയൊക്കെ കൊടുക്കേണ്ടി വന്നെങ്കിലോ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ആ റിഫ്കോട് കൂടെ ചെയ്യാൻ പാടുള്ളൂ. യതഹറ റിഫ്ക ഖശിയത്തൽ ഇന്തിതാഫി. അപ്പൊ ഈ കുളിക്കുമ്പോ സാധാരണ ഇതേ സുന്നത്തെല്ലാം പാലിക്കലുണ്ടോ? ഇപ്പൊ പറയാത്ത അക്മലുഹു എന്ന് പറഞ്ഞെടുത്തേ ഇനി കുറെ സുന്നത്ത് വരുന്നുണ്ട്. അഴുതും ബിസ്മിയും അങ്ങനെ തുടങ്ങി ഒളുവിന്റെ തുടക്കത്തിലുള്ള അദ്കാറുകളൊക്കെ കുളീന്റെ എന്താണ് തുടക്കത്തിലുണ്ട്, ഒളുവിന്റെ പുറമെ. അപ്പൊ അതെല്ലാം ചൊല്ലിക്കൊണ്ട് എന്താണ് മുൻകൈ കഴുകി ഇങ്ങനെ ഈ പറഞ്ഞ എന്താണ് ആദാബുകളൊക്കെ കുളിക്കുമ്പോ ശ്രദ്ധിക്കുന്ന എത്ര ആളുണ്ട്? വളരെ കുറവാരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ ഈ ആദാബെല്ലാം പാലിച്ചെല്ലാം കുളിക്കണം, അങ്ങനെയാണ് വേണ്ടത്. ഉലമാ ചെയ്യണം, അവരുടെ അഹ്ലിനെ ഔലാദിനെയൊക്കെ പഠിപ്പിക്കണം. ഈ സുന്നത്തല്ലേ ഹിയാ ചെയ്യാന്, അങ്ങനെയല്ലേ വേണ്ടത്. പിന്നെ ശിഷ്യന്മാരെ പഠിപ്പിക്കണോ, ശീലിപ്പിക്കണോ. പിന്നെ ഇനി സുമ്മ ബഅദൽ ഫറാഗി മിനർ റസി തഖ്ലീലൻ സുമ്മ ഇഫാലത്തൻ കണ്ടോ. അപ്പൊ സുമ്മ ഇവിടെ പറഞ്ഞ തർത്തീബുണ്ട്. തലയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം എന്നാ
അതിനും പുറമെ തഹ്ലീലിന്റെയും ശേഷം അതാ റഹസിൽ നിന്ന് ഫാരിഗായാൽ ആ റഹസിൽ നിന്ന് എങ്ങനെ ഫാരിഗായി തഹ്ലീലാലും സുമ്മ ഇഫാലത്തൻ അത് കഴിഞ്ഞിട്ട് ഇഫാലത്തുൽ മാ യുഫീലുൽ മാ അതിന് ശേഷം വെള്ളമൊഴിക്കാൽ അഷിഖിഹിൽ ലൈമനി വലതുഭാഗത്ത് എന്താണ് തോള് മുതൽ താഴോട്ട് തല എന്ന് പറഞ്ഞാൽ പെരടി വരെയാണല്ലോ. കാരണം ലിഹിയത്തൊക്കെ ആ താടിയിൽ തലയിൽ പെട്ടതാണ്, നേരത്തെ പറഞ്ഞ തലയിൽ പെട്ടതാണ്, അല്ലാതെ ഒളുവിന്റെ അവിടുത്തെ തലയല്ലത്. പെരടീന്റെ മുകളിലോട്ടുള്ള ഒന്നായിട്ട് തലയാണ്. ഇനി വലതുഭാഗം എന്ന് പറഞ്ഞാൽ വലത്തെ തോള് മുതൽ താഴോട്ട് വെള്ളമൊഴിക്കുക. അപ്പോൾ വെള്ളമൊഴിക്കുമ്പോൾ ആ മുൻഭാഗവും പിൻഭാഗവും ഉണ്ടല്ലോ ഷിഖുല്ലൈമിന്, അതാ മുഖദ്ദമിഹി സുമ്മ മുഅഖരിഹി കണ്ടോ. മുൻഭാഗത്ത് മോളിന്ന് താഴെ കാല് വരാണ്ട് വെള്ളമൊഴിക്കുക, എന്നിട്ട് പിന്നെ പിൻഭാഗത്ത് അതുപോലെ താഴെ കാല് വരാണ്ട് വെള്ളമൊഴിക്കുക. സുമ്മ ബഅദ ഫറാഗിഹി മിൻഹു ജമീഇഹി ആ ഷിഖുന്നൈമന് ജമീഇൽ നിന്ന് ഫാരിഗായതിനു ശേഷം, ആ ഷിഖുല്ലൈമന് ജമീഇന്ന് ഫാരിഗാകുക എന്ന് പറഞ്ഞാൽ കാല് വരെയും വെള്ളമൊഴിച്ച് കഴിയുമ്പോഴല്ലേ ഷിഖുല്ലൈമന് പൂർണ്ണമായും ഫാരിഗാകുക. അപ്പൊ തോള് മുതൽ ഫ്രണ്ടിൽ എന്ത് ചെയ്യുക, മുൻഭാഗത്ത് കാല് വരെ വെള്ളമൊഴിക്കുക, പിന്നെ പിൻഭാഗത്ത് ഒഴിച്ചതിന് ശേഷം പിന്നെന്ത് ചെയ്യുക, ആ യുഫീലുഹു അലാ ഷിഖ്ഹിൽ ഐസരി വെള്ളം ഇടത്തെ ഭാഗത്തൊഴിക്കുക. കദാലിക്ക എന്ന് പറഞ്ഞാൽ മുഖദ്ദമിഹി സുമ്മ മുഅഖരിഹി എന്നർത്ഥം. ഇങ്ങനെ എന്ത് ചെയ്യുക, വെള്ളമൊഴിക്കുക. അപ്പൊ വേറൊരു ഇഷ്കാലം, ഇതിപ്പോ നമ്മളെ ഹയ്യിന്റെ ഉളിയുടെ പൂർണ്ണ രൂപമാണല്ലോ പറയുന്നത്. മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് അങ്ങനെ അല്ലല്ലോ. മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് എന്താണ്, മുൻഭാഗം മുൻഭാഗത്തിന്റെ വലതുഭാഗം കഴിഞ്ഞാൽ പിന്നെ അതായത് ഇതുപോലെ തലയെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ തോള് മുതൽ ഇങ്ങോട്ട് മുൻഭാഗം വലതുഭാഗത്ത് കാലുവരെ കഴുകിയിട്ട് പിന്നെ മുന്നിലെ തന്നെ ഇടതുഭാഗം കഴുകുക. പിന്നെ ചരിച്ചു പിടിച്ചോണ്ട് എന്താക്കുക, വലതുഭാഗം പിൻഭാഗം കഴുകുക. പിന്നെ ചരിച്ചു പിടിച്ചോണ്ട് ഇടതുഭാഗം പിൻഭാഗം കഴുകുക. അപ്പൊ മുൻഭാഗം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷമാണ് പിൻഭാഗം തുടങ്ങുന്നത് മയ്യത്തിൽ. ഇവിടെ ഹയ്യിലാണെങ്കിലോ വലതുഭാഗം പൂർണ്ണമായും കഴിഞ്ഞിട്ട് ഇടതുഭാഗം തുടങ്ങുന്നത്. എന്താ വ്യത്യാസം? ഫാറഖ മായത്തി ഫി ഗുസ്ലിൽ മയ്യിത്തി അവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതാ, മുൻഭാഗം പൂർണ്ണമായും കഴിഞ്ഞാൽ വലതും ഇടതും കഴിഞ്ഞിട്ടാണ് പിൻഭാഗം വലതും ഇടതും അങ്ങനെ വരുന്നത്. അങ്ങനെ നാലായിട്ടാണ് തിരിക്കുന്നത്. ഇവിടെ വലതുഭാഗം മുൻഭാഗം പിൻഭാഗം, പിന്നെ ഇടതുഭാഗം മുൻഭാഗം പിൻഭാഗം, ഇങ്ങനെയാണ്. അപ്പോ ബിഅന്ന മാ ഹുനാക ഫീഹി യസ്തൽസിമു തക്റാറു ഖൽബിഹി ലതഖറുറു ഖൽബിഹി ബിഅന്ന മാ ഹുനാക ഫീഹി അവിടെ ഉള്ള ഒന്ന് ബിഅന്ന മാ ഹുന എന്ന് ചില നുസ്ഖയിലുണ്ട്. ഏതായാലും എന്താ ഫീഹി എന്ന് പറഞ്ഞാല് ഉസ്ലുൽ മയ്യത്തിൽ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോ ഈ പറഞ്ഞ പോലെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, കൽബ് ആവർത്തിക്കേണ്ടി വരും, മയ്യത്തിനെ ചരിക്കല് ആവർത്തിക്കേണ്ടി വരും. അതായത് വലതുഭാഗം മാത്രം കഴിഞ്ഞിട്ട് പിന്നെന്താ ഫ്രണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇടതുഭാഗം പിൻഭാഗം കഴിയണ മയ്യത്തി അരിച്ചു പിടിക്കേണ്ട ഇടത്തോട്ട്, പിന്നെ വലത്തിൽ കിടത്തണം, കിടത്തിയിട്ട് മുൻഭാഗം ഇടതുഭാഗം കഴിയുക, പിന്നെ ഇടത്തോട്ട് ചരിച്ചു പിടിച്ചിട്ട് എന്താക്കേണ്ടി വരും, പിന്നെ ഇടതുഭാഗം അവിടുന്ന് ഇങ്ങോട്ട് കഴുകേണ്ടി വരും. അപ്പൊ കൽബ് ആവർത്തിക്കേണ്ടി വരും, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. വഫീഹി മശഖത്തുൻ അതില് പ്രയാസമുണ്ട്. ബിഖിലാഫിഹി ഹുന ആ ഒന്നിനെതിരായിട്ട് ഹുന ഇവിടെ പറഞ്ഞതിനെതിരായിട്ട്. കാരണം ഇവിടെ ഹയ്യല്ലേ, ഹയ്യാവുമ്പോ എന്ത് പിന്നെ കൽബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഹയ്യാവുമ്പോ കൽബ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഈ രൂപം ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ കൽബ് ആവശ്യമാവും, മയ്യത്ത് ആവർത്തിച്ച് ചെയ്യേണ്ടി വരും. ബി ഖിലാഫിഹി ഹുന വമാദുക്കിറ മിൻ ഹാദ തർത്തീബി അപ്പൊ അതുകൊള്ള നോക്കിയിട്ടാണ് അവിടെ അങ്ങനെ ആയത് എന്നർത്ഥം. അത് തക്കറൂറു കൽബിഹി എന്ന് പറഞ്ഞെടുത്ത് വേറെ ചില കിതാബിന്റെ ഇബാറത്തിൽ തക്രീറു തഖ്ലീബിൽ മയ്യിത്തി ഖബ്ല ശുറൂഇ ഫി ശൈഇൻ മിനൽ ഐസരീന ഐസർ തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ എന്താക്കുക, ആ മയ്യിത്ത് ഒന്ന് ചരിക്കേണ്ടി വരും. അതിനെ ആവർത്തിക്കേണ്ടി വരും എന്നാ പറയുന്നത്.
പിന്നെ ഇടത് ഭാഗത്ത് അപ്പൊ അവിടെ എന്താകണോ ആവർത്തനം വരുമല്ലോ. ഇനി വമാ ദുക്കിറ മിൻ ഹാദ തർതീബി ഹുവ മുറാദു മൻ അബ്ബറ ബഅദ ദാലിക യുസന്നു തർതീബുൽ ഗുസ്ലി ഖിലാഫൻ ലിമൻ യൂഹിമുഹു ബഅദുൽ ഇബാറാത്തി. അതായത് കുളിയിൽ തർത്തീബ് സുന്നത്തുണ്ട് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചില ഇമാമിങ്ങള് ഇബാറത്തിട്ടിട്ടുണ്ട്. ബഅദ ദാലിക എന്ന് പറഞ്ഞാല് എവിടെ, ആ മയ്യിത്ത് കുളിപ്പിക്കുന്നതിന്റെ ബഅദ മായത്തി ഫി ഗുസ്ലിൽ മയ്യിത്തി എന്ന് പറഞ്ഞ ആ മായത്തി ഫി ഗുസ്ലിൽ മയ്യിത്തിലേക്കാണ് ദാലിക്കന്റെ ഇഷാറത്ത് നടക്കുന്നത്. അപ്പൊ അതിന്റെ ശേഷം മയ്യിത്ത് നിസ്കാരത്തിനെ കുളിപ്പിക്കുന്ന ബാബിൽ പറയുന്നുണ്ട് കുളിയെ തർത്തീബാക്കൽ സുന്നത്താണെന്ന്. അതേത് കുളി? യുസന്നു തർത്തീബുൽ ഗുസ്ലി എന്ന് പറഞ്ഞ കുളി മയ്യത്തിന്റെ കുളിയല്ല, ഹയ്യിന്റെ കുളി തർത്തീബാക്കൽ സുന്നത്തുണ്ട് എന്ന് മയ്യത്ത് കുളിപ്പിക്കുന്ന വിവരങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്. ആ പറഞ്ഞത് കൊണ്ട് ഏത് തർത്തീബാ മുറാദ്? ഇവിടെ പറഞ്ഞ ഹയ്യിന്റെ തർത്തീബാണ്. അല്ലാതെ മയ്യത്തിന്റെ അവിടെ പറഞ്ഞ തർത്തീബ് ആർക്ക് സുന്നത്താണ് എന്നല്ല, ആ ഹയ്യിന് സുന്നത്താണ് എന്നല്ല. അതാ വമാ ദുക്കിറ മിൻ ഹാദ തർത്തീബ്, ഇപ്പറഞ്ഞ തർത്തീബ് അതാണ് മുറാദു മൻ അബ്ബറ ബഅദ ദാലിക യുസന്നു തർത്തീബുൽ ഗുസ്ലി എന്ന് ഇബാറത്ത് പറഞ്ഞവർ. മൻ അബ്ബറ ബഅദ ദാലിക അബ്ബറ എന്നാവുമ്പോഴേ ബിസന്നി തർത്തീബിൽ ഗുസ്ലി എന്നായിരിക്കും ലാഹിർ. അവിടെ എന്റെ കിതാബിൽ യുസന്നു എന്നാണ്, അവിടെ യുസന്നുന്നും ബിസന്നി എന്ന് ബാവും യാവും വായിക്കാൻ പറ്റിയ ഒരു കോലത്തിൽ എന്റെ കിതാബിലുള്ളത്. ഷേഖൻവറിന്റെ തഹ്ഖീഖാക്കിയ നുസ്ഖയില് യുസന്നു എന്ന് തന്നെ എഴുതിയിട്ടുള്ളത്. പക്ഷെ അബ്ബറ എന്ന് പറയുമ്പോ അബ്ബറ ബിഹി എന്നല്ലേ പറയാ. അപ്പോ പിന്നെ അല്ലെങ്കിൽ പിന്നെ അബ്ബറ ഇതൊരു ഇബാറത്തായതുകൊണ്ട് അങ്ങനെ മന ശരിയാവുകയൊക്കെ ചെയ്യും. പക്ഷെ ലാഹിർ ബിസന്നി തർത്തീബിൽ ഗുസ്ലി എന്നിങ്ങനെ, അല്ലെ യുസന്നു തർത്തീബുൽ ഗുസ്ലി ആ ഖിലാഫൻ ലിമാ യൂഹിമു ബഅദുൽ ഇബാറാത്തി. ചില ഇബാറത്തിൽ നിന്ന് എന്ത് തോന്നുന്നുണ്ട്, ആ മയ്യത്തിൽ പറഞ്ഞ തർത്തീബ് ഹയ്യില് ആ സുന്നത്താണെന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ല. ഇനി തംബീഹും വഖഅ ഫിർ റൗളത്തി വഗൈരിഹ മാ യുസർരിഹു ബിഅന്നഹു യുഖദ്ദിമു ഗസ്ല അഅ്ലാഇ വുളൂഇഹി അലൽ ഇഫാദത്തി അലാ റഅസിഹി ലിശറഫിഹാ. അതായത് ഇപ്പൊ നമ്മള് തലയിൽ വെള്ളം ഒഴിക്കുന്നതാണല്ലോ പറഞ്ഞത്. വുളൂ എടുത്തതിന് ശേഷം തഅഹുദുൽ മആത്തിഫ് കഴിഞ്ഞതിന് ശേഷം തഖ്ലീലുൽ ലിഹിയത്തും എന്ന പോലെ റഅസും അത് വെള്ളം ഒഴിക്കുന്നതിനോട് ചേർന്നതിന് മുമ്പാ അല്ലേ. എന്നിട്ട് അങ്ങനെ ഈ തഖ്ലീലാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, തലയിൽ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഈ വുളുവിന്റെ അവയവങ്ങളൊക്കെ ഒന്ന് കഴുകണം എന്ന് റൗളയിലും മറ്റു കിതാബുകളിലൊക്കെ ഉണ്ട്. അങ്ങനെ വാക്കുകയായിട്ടുണ്ട്. യുഖദ്ദിമു ഗസ്ല അഅ്ലാഇ വുളൂഹി. അപ്പൊ എന്താണ്, കുറച്ച് വെള്ളം എടുത്ത് മുഖം ഒന്ന് കഴുകുക. വുളു എടുക്കല്ല, വുളു പണ്ടെടുത്തല്ല മുമ്പ്. ഇതെന്താണ്, കുളിയുടെ തന്നെ കഴുകലാണ്. അപ്പൊ മുഖം ഒന്ന് കഴുകുക, കൈ രണ്ടും കഴുകുക, കാല് രണ്ടും കഴുകുക. അപ്പൊ അഅ്ലാഉൽ വുളൂവിനെയൊക്കെ ഒന്ന് കഴുകണം. അലൽ ഇഫ അതിനെ മുന്തിക്കണം. അലൽ ഇഫാദത്തി അല റഅസി തലയിൽ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ്. എന്തിനാ അതിൽ ഷറഫിഹ, ആ അഅ്ലാഉൽ വുളൂവിന് ഷറഫുണ്ടല്ലോ, അതിന് മാത്രമുണ്ട്. മുഖം കയ്യും എന്ന പോലെ കാല് ഇതിനൊക്കെ ഷറഫുള്ളത് കൊണ്ടാണ് വുളു എടുക്കാൻ എന്ത് ചെയ്തത്, കൽപ്പന വന്ന് തന്നെ. അത് അതിന്റെ ഒരു സിറാണ്, ഹിക്മത്താണ്. വനാസാ ഫീഹി സർകശിയു, റൗളയിലും ഉയർലും അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇമാം സർകശി അതിനെ എതിര് പറഞ്ഞു. സുമ്മ അവ്വലഹു, അതിനെ ഖിലാഫ് പറഞ്ഞിട്ട് ഇമാം സർകശി എന്ത് ചെയ്തു, അതിനെ ന്യായീകരിച്ചു. അങ്ങനെ ചെയ്യണം എന്നതിനെ ന്യായീകരിച്ചു. ബിമാ തംബു അൻഹു ഇബാറത്തുഹാ, ഒരു തേവീല് കൊണ്ടാണ് തേവീല് പറഞ്ഞത്. അവ്വലഹു ബിമാ, ഒരു തേവീല്. ആ തേവീലാകുന്നത് തംബു അൻഹു, അതിനെ തൊട്ട് ബഈദാണ്. നബായംബു എന്ന് പറഞ്ഞാൽ ബഅദയബുദു എന്നല്ലേ. അപ്പൊ അത് ഇബാറത്തുഹാ, എന്ത് ബഈദാണ് തേവീലിനെ തൊട്ട്? റൗളന്റെ ഇബാറത്ത് ബഈദാണ്. അപ്പൊ തേവീലൊക്കെ ചെയ്യുമ്പോ എന്താകണം, അത് മുനാസിബാകണം. അല്ലാതെ രണ്ടും രണ്ടറ്റത്തായ പറ്റൂല. അപ്പൊ അതൊരു ബഈദായ തേവീലായിപ്പോയി. എന്നിട്ട് പിന്നെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയാ വഖത്ത് തുവജ്ജഹു, ആ റൗളന്റെ ഇബാറത്ത് ന്യായീകരിക്കാം. അല ബുഴ്ദിഹ, ആ പിന്നെ ഇബാറത്ത് ബഈദാണ് എന്നതോടുകൂടെ തന്നെ ബുഴ്ദിന്റെ മേലെടുത്തിട്ട് തന്നെ ന്യായീകരിക്കാം. എങ്ങനെ ആ ഇബാറത്തിനെ ന്യായീകരിക്കാം. പക്ഷെ ആ ഇബാറത്ത് ബഈദാണ് ഈ ന്യായത്തിനെ തൊട്ട്. അപ്പൊ അതായത്
ഇമാം സർക്കശി പറഞ്ഞ ന്യായവും ബഈദാണ്, തെവീൽ ബഈദാണ്. എന്നിട്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് വേറൊരു തെവീൽ പറയുന്നുണ്ട്, അതിപ്പോ കരീബാവുക, അതും കരീബാവൂല, അത് കുറച്ച് ബഈദ് തന്നെയാണ്. എന്നാല് ഇങ്ങനെ ഒന്ന് പറയാന്ന്, ബഈദായതായാലും പറയാലോ. ബിഅന്ന ശറഫ അഅ്ലാഇൽ വുളൂഇ, അതാ അഅ്ലാഉൽ വുളൂഇന്റെ ഷറഫ് ഇഖ്തല, അത് തേടി, തക്രീറ തഹാറത്തിഹ, അതിനെ എന്താണ്, അതിന്റെ തത്ഹീർ ആവർത്തിക്കുക എന്നതിനെ തേടി. ഇഖ്തല തക്രീറ തഹാറത്തിഹ, പിന്നെ അതിന്റെ തത്ഹീർ ആവർത്തിക്കുക. എങ്ങനെ ആവർത്തിക്കുക? ബിൽ ഉളൂഇ അവ്വലൻ, തുടക്കത്തിൽ ഉളൂ എടുക്കണമല്ലോ, അപ്പൊ ആ ഉളൂലിന്റെ അഅ്ലാ കഴിവുമല്ലോ, അത് അവ്വലൻ. സുമ്മ ബി ഗസ്ലിഹ ബഅദു, പിന്നെ അവകളെ ഒന്ന് കഴുകണം. ബഅദു എന്ന് പറഞ്ഞാൽ ഒളുവിന്റെ ശേഷം, അതായത് ഇപ്പൊ നമ്മളിപ്പോ ശരീരത്തെ ഒന്നായിട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പൊന്ന് കഴുകണം എന്ന് പറഞ്ഞല്ലോ, അത് ഒളുവല്ല, അത് കുളിയുടെ ഭാഗമായ ഒരു കഴുകലാണ്. സുമ്മ ബി ഗസ്ലിഹ ഫി ളിംനിൽ ഇഫാലത്തി അല റഅസി സുമ്മൽ ബദനി, അപ്പൊ അത് കഴുകിയതിന് ശേഷം പിന്നെ തലവഴിയെ വെള്ളം ഒഴിക്കുമല്ലോ, തലയിൽ കൂടി വെള്ളം ഒഴിച്ച് പിന്നെ ശരീരം മുഴുവൻ വെള്ളം ഒഴിച്ചല്ലോ. ഇപ്പൊ വലതേ ഭാഗത്ത് മുൻഭാഗവും പിൻഭാഗവും പൂർണ്ണമായും വെള്ളം ഒഴിക്കണം. അപ്പൊ നേരത്തെ കൈ കഴിയത് കൊണ്ട് ഇപ്പൊ ഇനി കയ്യിൽ വെള്ളം ഒഴിക്കണ്ടെന്നല്ല, കൈ പിന്നെ വെള്ളം ഒഴിക്കണം. തലയിൽ വെള്ളം ഒഴിക്കുമ്പോഴേ മുഖം നേരത്തെ കഴുകിയത് കൊണ്ട് ഇനി രണ്ടാമത് തലവഴി വെള്ളം ഒഴിക്കുമ്പോൾ മുഖം ഒഴിവാക്കുന്നില്ല. അപ്പൊ ഒരു മൂന്നാമത്തെ കഴുകൽ വരും, അതാണ് സുമ്മ ബി ഗസ്ലിഹ ഫി ളിംനിൽ ഇഫാലത്തി അല റഅസി സുമ്മൽ ബദനി എന്ന് പറഞ്ഞത്. ഇങ്ങനെ ആവർത്തിക്കലിനെ തേടിയിട്ടുണ്ട് എന്ന്. പിന്നെ അത് ഇബാറത്ത് ബഈദാണ്. ഈ ആവർത്തനമൊന്നും അവിടെ പറഞ്ഞിട്ടില്ലല്ലോ, സംഗതി കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവും എന്നേ ഉള്ളൂ. അവിടെ പറഞ്ഞ യുഖദ്ദിമു വസ്ലാഇ ഉളൂഹി അലൽ ഇഫാദത്തി അല റഅസിൽ ശറഫിഹ എന്നാണ്. അപ്പോ ആ പറഞ്ഞ അനുസരിച്ച് എന്താണ്, ഈ പറഞ്ഞ അഅ്ലാഉൽ ഉളൂഹിനെ കഴുകുക ആദ്യം, എന്നിട്ടോ അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് കഴുകുക എന്നാണ് ആ ഇബാറത്ത് തേടുന്നത്. അപ്പൊ പിന്നെ തലവഴി വെള്ളം ഒഴിക്കുമ്പോ മുഖം ഒഴിവാക്കാം, മുഖം കഴുകണ്ട. വലതു ഭാഗം കഴിയുമ്പോ എന്താണ്, മുട്ടു മുതൽ അങ്ങോട്ട് ഇപ്പൊ ഒരിക്കൽ കഴിയല്ലോ, അഅ്ലാഉൽ വുളൂ കഴുകുക എന്നുള്ള നിലയ്ക്ക്. അപ്പൊ പിന്നെ ഇനി അത് കഴുകണ്ട. ഇടതു ഭാഗം അതുപോലെ തന്നെ. അതുപോലെ വലതു ഭാഗം എന്താക്കണ്ട, പൂർണ്ണമായും കഴിയുമ്പോ കാലിപ്പോ ഒരിക്കൽ കഴുകി, അപ്പൊ അതുകൊണ്ട് ഇനി കഴുകണമെന്നില്ല. അങ്ങനെയാണ് ഇടത്തേക്കാലും. അങ്ങനെയാണ് റൗലന്റെ ഇബാറത്ത് തേടുന്നത്. പക്ഷെ ഈ തെവീൽ അങ്ങനെയല്ല തേടുന്നത്. തെവീലോ ഈ ശരീരം ഒന്നായിട്ട് വെള്ളം ഒഴിക്കണം എന്നാ തേടുന്നത്. അപ്പൊ അതാണ് ആ ഇബാറത്ത് കുറച്ച് ഈ തെവീലിനെ തൊട്ടും ബഈദാണെന്ന് പറഞ്ഞത്. ഇനി വയദുലുക്കു വയുസല്ലിസു, പിന്നെ തേക്കണം എന്നാ. ദലക്ക യദുലുക്കു എന്ന് പറഞ്ഞാല് എന്താണ്, ഇമ്രാറുൽ യദിനാണല്ലോ ദൽക്ക് എന്ന് പറയാ. പിന്നെ തേക്കുക. മാ തസിലു ലഹു യദു, എവിടെ തേക്കണം എന്നാ? കൈ ശരീരം മുഴുവൻ തേക്കാൻ കഴിയൂലല്ലോ. ഒളുവിന്റെ അവിടെ പ്രശ്നമില്ല. ഒളുവിൽ കഴുകേണ്ട ഭാഗങ്ങളൊക്കെ തേക്കാൻ കയ്യെത്തും. കുളിയില് എന്താണ്, കഴുകേണ്ട ഭാഗം എല്ലാ സ്ഥലത്തും കയ്യെത്തും, എത്തൂലല്ലോ. അപ്പൊ അതിനെന്ത് ചെയ്യും, അത് കയ്യെത്തുന്നിടം തേക്കുക. മാ തസിലു ലഹു യദു, ഒരു ഭാഗം തേക്കുക, ഒരു മൗലിയെ നടത്താം. തസിലു ലഹു, ആ മൗലിയിലേക്ക് എത്തും. യദുഹു കയ്യ്, മിൻ ബദനിഹി, ആ മൗലി എന്തിൽ നിന്ന്, അവന്റെ ശരീരത്തിൽ നിന്ന് കയ്യെത്തുന്ന ഭാഗം. മിന്ന് തബീലിയാണ്. എന്തിനാ? ഖുറൂജം മിൻ ഖിലാഫി മന്നൗജബഹു, ആ ദൽക്ക് നിർബന്ധാക്കിയ ഖിലാഫ് എന്ന് ഖാരിജാകാനാണ് അത് സുന്നത്തായത്. ദലീലുന, ഇത് നിർബന്ധം ഇല്ല എന്നുള്ളതിന് നമ്മളെ തെളിവെന്താ? ഇവിടെ ദലീലുന എന്ന് പറഞ്ഞു, ചില സ്ഥലത്തൊക്കെ ലന എന്നാ പറയാ. അപ്പൊ ലന ദലീലൻ എന്നാണ് നമ്മക്കുള്ള ദലീലാകുന്നത്. അന്നൽ ആയത്തവൽ ഖബർ, ആയത്തും ഹദീസും. ഇൻകുന്തും ജുനുബൻ ഫത്തഖറു എന്നുള്ള ആയത്തിൽ പറഞ്ഞിട്ടുള്ളൂ. വൽ ഖബർ ഹദീസും ലൈസ ഫീഹിമ, അതായത് കുളിയുടെ എന്താണ് വിശദാംശം വിശദീകരിക്കുന്ന ആ പറഞ്ഞ ഹദീസുകളും ലൈസ ഫീഹിമ തഅറുദുൻ ലഹു, ദൽക്കിലേക്ക് പരാമർശമില്ല. ആ രണ്ടിലും, ആയത്തിലും ഹദീസിലും പരാമർശമില്ല. തഅറുദുൻ ലഹു, ആ ദൽക്ക് പരാമർശിച്ചിട്ടില്ല. മാൻ അസ്മൽ ഗുസ്ലി ശർഅൻ വലുഗത്തൻ, ശർഅൻ വലുഗത്തൻ, ശർഇലും ലുഗത്തിലും ഗുസ്ല് എന്ന പേര് ലാ യഫ്തഖിറു ഇലൈഹി, എന്തിലേക്ക് ആവശ്യമല്ല? ദൽക്കിലേക്ക് ആവശ്യമില്ല. അല്ല, ദൽക്കിലേക്ക് ആവശ്യമുള്ള, ദൽക്ക് ചെയ്യുന്നതിനെ ശർഇലോ അല്ലെങ്കിൽ ലുഗത്തിലോ കുളി എന്ന് പറയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ നിലക്ക് അത് തെളിവാക്കായിരുന്നു. അതുമില്ല. അതില്ലാത്ത സ്ഥിതിക്ക് പിന്നെ ആയത്തിലോ ഹദീസിലോ പറയണം. അത് പറഞ്ഞിട്ടുണ്ടോ? അതുമില്ല. അപ്പൊ പിന്നെ നിർബന്ധമില്ല എന്നായി. വയൂഖദു മിനൽ ഇല്ലത്തി അന്ന മാലം തസിൽ ലഹു യദുഹു, ഇപ്പറഞ്ഞ ഇല്ലത്തെന്ന് പിടിക്കാം. ഏത്?
ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹു എന്നല്ലേ പറഞ്ഞേ. ആ ഇല്ലത്തിന്ന് പിടിക്കും. എന്ത്? അന്ന മാലം തസിൽ ലഹു യദുഹു, ഒരു സ്ഥലം മൗലി ലം തസിൽ ലഹു യദുഹു, ആ മൗലിയിലേക്ക് ഇവന്റെ കയ്യെത്തൂല. യതവസ്സലു ഇലാ ദൽക്കിഹി, അങ്ങനത്തെ ഒരു മൗലി ദൽക്ക് ചെയ്യുന്നതിനേക്ക് ഇവൻ മാധ്യമമാക്കണം. ബിയദി ഗൈരിഹി, മറ്റൊരാളിന്റെ കൈകൊണ്ട് വസീലയാക്കണം. അപ്പൊ മറ്റൊരാളിന്റെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ തേക്കാൻ, പഴയ വയസ്സന്മാരൊക്കെ പുറത്തേക്കാനൊക്കെ കുട്ടികളെ വിളിക്കും. അപ്പൊ കയ്യെത്താത്ത സ്ഥലമൊക്കെ തേച്ചു കൊടുക്കണം, അവരുടെ കയ്യെത്താത്ത. അപ്പൊ അങ്ങനെ എന്താണ് സുന്നത്തുണ്ട്. പിന്നെ ബിയദി ഗൈരി, മറ്റൊരാളുടെ കൈ എന്ന് പറഞ്ഞത് എന്താണ്? അത് പിന്നെ ഉദാഹരണം പറഞ്ഞാണ്. മസലൻ മറ്റൊരാളുടെ കൈ വേണമെന്നില്ല. ഇപ്പൊ ഈ ബാത്ത് എന്താണ് ലീഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കുളിക്കുമ്പോൾ ഇറക്കാൻ ഉപയോഗിക്കുന്നത്. അതിങ്ങനെ എന്താണ് പുറത്തെല്ലാം തേക്കാൻ പറ്റിയ രീതിയിൽ നീട്ടിയെടുക്കാൻ പറ്റിയതൊക്കെ ഉണ്ട്, വലിയ ശീല പോലെ. അങ്ങനെയാക്കാം. അല്ലെങ്കിൽ കൈ തന്നെ വേണമെന്നില്ലല്ലോ, ഇവന്റെ തോർത്തെന്ത് എടുത്താലും മതി. അതുകൊണ്ട് പുറത്ത് അവിടെ എവിടെയൊക്കെ എല്ലാം എന്താ മുകളിൽ മുതൽ താഴെ വരെ എന്ത് ചെയ്യുക, ദൽക്കുക. അങ്ങനെയൊക്കെ പണ്ട് കുളിക്കുമ്പോൾ ആൾക്കാർ ദൽക്കിയലുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ തഖ്ലീലു റഅ്സിഹി, അല്ല എന്താണ് ബിയദിഹി മസലൻ. കാരണം എന്താ, ഇതിൽ മുഖാലിഫ് യൂജിബു ദാലിക. കാരണം ഈ ഖുറൂജൻ മിൻ ഖിലാഫി എന്ന് പറഞ്ഞാൽ മുഖാലിഫ് അഹ്മദ് ഇമാമിനെ പോലത്തെവരാണത്. അവര് എന്താണ് ശരീരം മുഴുവൻ ദൽക്കിയൽ നിർബന്ധമാണെന്ന് പറഞ്ഞവരാ. കയ്യെത്തുന്ന ഭാഗം മാത്രം ദൽക്കിയൽ നിർബന്ധമാണെന്ന് പറഞ്ഞവരല്ല. അപ്പൊ അതുകൊണ്ട് എന്താക്കണം, ഇങ്ങനെ എന്തെങ്കിലും കൊണ്ട് ശരീരം മുഴുവൻ ദൽക്ക് ചെയ്യണം എന്നാണ്. അതാണ്. അപ്പൊ വെള്ളം ഒഴിച്ചിട്ട് ദൽക്ക് ചെയ്യുക. വയുസല്ലിസു, പിന്നെ 3 വട്ടം ചെയ്യുക. ഏത്? ഈ പറഞ്ഞ ഗുസ്ൽ 3 വട്ടം വെള്ളം ഒഴിക്കണം എന്ന പോലെ 3 വട്ടം ദൽക്ക് ചെയ്യണം. ഈ പറഞ്ഞതെല്ലാം 3 വട്ടം ചെയ്യണം. ആദ്യം സിവാക്ക് പറഞ്ഞ അടക്കം, അത് ഏതാന്ന് ഇപ്പൊ ശേഷം പറയുന്നുണ്ട്. പിന്നെ ഇനി അതാ ബിശ്ശുറൂത്തി സാബിഖത്തി ഫിൽ വുളൂഇ, വുളൂഇനു മുമ്പ് കഴിഞ്ഞ ഷർത്തോടു കൂടെയാണ് തസ്ലീസ് ചെയ്യേണ്ടത്. വുളൂഇനു മുമ്പ് പറഞ്ഞ ഷർത്ത് എന്താ? അവിടെ തസ്ലീസിന് ഷർത്ത് പറഞ്ഞല്ലോ. അതായത് വെള്ളം തസ്ലീസിന് മതിയാവുമെങ്കിലേ പറ്റുള്ളൂ, അല്ല ഇല്ലെങ്കിൽ പറ്റൂല എന്നവിടെ പറഞ്ഞല്ലോ. അതാ ഷർത്ത് എന്ന് പറഞ്ഞത്. പിന്നെ എന്തിനൊക്കെ തസ്ലീസാക്കണ്ടേ? തഖ്ലീല റഅ്സിഹി, തലയിലെ രോമം ഇടകോർത്ത് കഴുകുക എന്ന് പറഞ്ഞല്ലോ, അതിനെ 3 ആക്കണം. സുമ്മ ഗസ്ലഹു, പിന്നെ ആ തല കഴുകലിനെയും 3 ആക്കണം. അതായത് തലയിൽ വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞില്ലേ, അത് 3 വട്ടം വേണം. ലില്ലിത്തിബായി. സുമ്മ തഖ്ലീല ശുഊരി വജ്ഹിഹി, പിന്നെന്ത് ചെയ്യുക, മുഖത്തെ രോമം എന്താക്കുക, തഖ്ലീൽ ചെയ്യുക. അതിനെയും എന്ത് ചെയ്യുക, 3 ആക്കുക. സുമ്മ ഗസ്ലഹു, പിന്നെ ആ മുഖം കഴുകലിനെയും 3 ആക്കുക. അപ്പൊ ഇവിടെ ഒരു രൂപം കിട്ടി. നേരത്തെ തഖ്ലീലു എന്താണ് ഷാരി റഅ്സി എന്ന പോലെ വല്യഹിയത്തിന്ന് ഒന്നായിട്ടാ പറഞ്ഞത്. അപ്പൊ തലയിൽ തഖ്ലീൽ കഴിഞ്ഞിട്ട് അതിൽ വെള്ളം ഒഴിക്കണം. പിന്നെ മുഖത്ത് എന്താണ് തഖ്ലീലാക്കിയിട്ട് എന്ത് ചെയ്യുക, അപ്പൊ വെള്ളം ഒഴിക്കുക. അങ്ങനെയാണ്. അതായത് നേരത്തെ പറഞ്ഞ തഖ്ലീലിന്റെ ഉടനെയാണ് അവിടെ വെള്ളം ഒഴിക്കൽ വരിക. അങ്ങനെ. പിന്നെ സുമ്മ തഖ്ലീല ശുഊരി ബഖിയത്തിൽ ബദനി, ശരീരത്ത് മറ്റു ഭാഗങ്ങളിലൊക്കെ എന്താണ് രോമം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം തഖ്ലീലാക്കണം. ചിലർക്ക് ആ നെഞ്ചത്തൊക്കെ അല്ലെ പുറത്തൊക്കെ വലിയ രോമം ഉണ്ടാവും, തിങ്ങിയ രോമം തന്നെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം ഒന്ന് തഖ്ലീലാക്കണം. സുമ്മ ഗസ്ലഹു, പിന്നെ ആ ബദന് കഴുകലിനെയും തസ്ലീസാക്കണം. അപ്പോ വലതുഭാഗം, മുൻഭാഗം, പിൻഭാഗം ഇങ്ങനെ 3 ആക്കിയിട്ട്, അപ്പൊ ഓരോന്നും 3 ആക്കിയിട്ടാ വരുന്നത്. ഖിയാസൻ അലൈഹി, എന്തിന്റെ മേൽ ഖിയാസാക്കിയിട്ട്? വുളൂവിന്റെ മേൽ ഖിയാസാക്കിയിട്ട്. ബിശ്ശുറൂത്തി സാബിഖത്തി ഫിൽ വുളൂഇ എന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് അലമീർ വണങ്ങുന്നത്. അപ്പൊ വുളൂയിലും അങ്ങനെ തന്നെ. പിന്നെ ഓരോ അവയവങ്ങൾ കഴിയുമ്പോ അപ്പൊ എന്താണ്, മുഖം കഴിയുമ്പോ അത് തന്നെ തസ്ലീസാക്കി ദൽക്ക് ചെയ്ത് അങ്ങനെ പോരല്ലേ. എന്ന പോലെ വലത്തെ കൈ കഴിയാല് അത് തസ്ലീസാക്കി ദൽക്ക് ചെയ്ത് പോരുകയാണ്. അപ്പൊ എന്ന പോലെയാണ് ഇവിടെയും പറഞ്ഞത്. വഹാദ തർത്തീബു ലാഹിറുൻ, ഈ തർത്തീബ് ലാഹിറാണ്. വഇല്ലം മറമൻ സറഹ ബിഹി, ആ തർത്തീബ് പറഞ്ഞവരെ ഞാൻ കണ്ടിട്ടില്ല. അതായത് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ കഴിയുമ്പോഴും അത് 3 വട്ടം ചെയ്ത് ദൽക്ക് ചെയ്ത് പോരുക എന്നുള്ളത് ലാഹിറാണ്. തസ്ലീസുൽ ബഖിയത്തി, പിന്നെ ബാക്കിയുള്ള ഭാഗം തസ്ലീസ് ചെയ്യല്, അത് ബഖിയത്തുൽ ബദനുണ്ടല്ലോ, അത് ഇമ്മാ ബി ഗസ്ലി
ഇമ്മ ബി അൻ യഗ്സില ഷിഖ്ഖഹുൽ അയ്മന സുമ്മൽ ഐസറ സുമ്മ ഹക്കദ സാനിയത്തൻ വസാലിസത്തൻ ഔ യുവാലിയ സലാസത്തൽ ഐമനി സുമ്മ സലാസത്തൽ ഐസരി എന്നിങ്ങനെ ആക്കുക. അപ്പോ ബഖിയ്യത്ത് അൽ ബദൻ എന്ന് പറഞ്ഞതെടുത്ത് എന്താണ് രണ്ട് സാധ്യത ഉണ്ട് എന്നാ പറയുന്നത്. അതായത് എന്താ, ഇമ്മാം ബിയാൻ യഗ്സില ഷിഖ്ഖഹുൽ അയ്മൻ, വലത്തെ ഭാഗം കഴുകുക, വലത്തെ ഭാഗം മുൻഭാഗം കഴുകുക, പിന്നെ എന്താണ് പിൻഭാഗം കഴുകുക, ഒരു വട്ടം കഴുകി. സുമ്മൽ ഐസർ, പിന്നെ ഇടതുഭാഗം കഴുകുക, മുൻഭാഗവും പിൻഭാഗവും ഒരു വട്ടം കഴുകി. സുമ്മ ഹാക്കത എന്ന് പറഞ്ഞാലോ പിന്നെ വലതുഭാഗം മുൻഭാഗവും പിൻഭാഗവും കഴുകുക, രണ്ടാമത്തെ അതാ സാനിയത്തൻ. പിന്നെന്ത്, ആ ഇടതുഭാഗം കഴുകി. പിന്നെ സുമ്മ സാലിസത്തൻ എന്ന് പറഞ്ഞാൽ പിന്നെ വലതുഭാഗം മുൻഭാഗവും പിൻഭാഗവും കഴുകി, പിന്നെന്ത് ചെയ്തു, ഇടതുഭാഗം മുന്നും പിന്നും കഴുകി. അപ്പൊ ഇങ്ങനെ ഇടക്കിടക്കായിട്ട് അപ്പൊ 3 പൂർത്തിയായല്ലോ. അപ്പൊ ശരീരം മുഴുവൻ ഒരാവർത്തി കഴുകിയിട്ടാണ് രണ്ടാമത്തേലേക്ക് കടക്കുന്നതെന്ന് അർത്ഥം. ഔയുവാലിയ, അല്ലെങ്കിൽ തുടരെയാക്കാം. എന്തിനെ, സലാസത്തൽ ഐമനി, വലത്തേതിന്റെ 3 തുടരെയാക്കാം. സുമ്മ സലാസത്തൽ ഐസരി, പിന്നെ എന്താണ് ഇടത്തേതിന്റെ 3 തുടരെയാക്കാം. അവിടെ പിന്നെ ഇതില് ഹർക്കത്തിട്ടത് യുവാലിയ സലാസത്തൻ അൽ ഐമന സുമ്മ സലാസത്തൻ അൽ ഐസറ എന്നിങ്ങനെ എന്താണ് അതിനേക്കാൾ ലാഭത്തായിട്ട് വായിക്കല. സലാസത്തൽ ഐമനി, വലത്തേതിന്റെ 3 ഭാഗം തുടരെയാക്കുക. അപ്പൊ വലതുഭാഗം 3 വട്ടം കഴിയും. പിന്നെന്താ ഇടതുഭാഗം 1, 2, 3 അങ്ങനെ ആക്കുക തുടരെ. വകാന ഖിയാസ കൈഫിയത്തി തസ്ലീസ് ഫിൽ വുളൂഇ, അല്ല വകാന ഖിയാസു കൈഫിയത്തി തസ്ലീസ് ഫിൽ വുളൂഇ, വുളുവിൽ തസ്ലീസിന്റെ കൈഫിയത്ത്, അതിന്റെ ഖിയാസ് എന്താണ്, തഅയ്യുന സാനിയത്തിൽ സുന്നത്തി. ഈ 2 രൂപം എന്താണ്, ബഖിയ്യത്തിൽ ഈ 2 ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇമ്മാ ബിയൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യഗ്സില ഔ യുവാലിയ, ഈ 2ൽ രണ്ടാമത്തെ രൂപം തഅയ്യുനാണ് എന്ന് വരും. വലത്തേത് 3 തുടരെയാക്കുക, ഇടത്തേത് 3 തുടരെയാക്കുക എന്ന് പറഞ്ഞാല് മുഖം 3 വട്ടം തുടരെയായി ചെയ്യാന്നല്ലേ, കഴുകുക എന്നല്ലേ അവിടെ പറഞ്ഞത്. പിന്നെ വലത്തെ കൈ 3 വട്ടം തുടരെയായി ചെയ്യുക. അവിടെ പറഞ്ഞല്ലോ ഓരോ വട്ടം കഴുകി ഒലുവെടുത്ത് തീർന്നിട്ട് പിന്നെ ആദ്യം മുതൽ മുഖം കഴുകി, രണ്ടാമത് ഒലുവെടുത്ത് കാലുവരെ കഴുകി, പിന്നെ 3ാമത് മുഖം കഴുകി തുടങ്ങി കാലുവരെ കഴുകി. എന്നാൽ എന്താവൂല, തസ്ലീസ് ആവൂല എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈ രണ്ടാമത്തെ രൂപം എന്താണ്, ആ ഒലുവിന്റെ തസ്ലീസിനോട് യോജിക്കുന്നത്. അപ്പൊ അത് തഅയ്യുനാണ്. മറ്റേല് സുന്നത്ത് കിട്ടൂല എന്നാണ് അവിടെ പറഞ്ഞ ഒലുവിൽ, എന്ന പോലെ തന്നെ ഇവിടെയും കിട്ടൂല എന്ന് വരും. അങ്ങനെയാണ് വക്കാന ഖിയാസു തഅയ്യുന സാനിയത്തിൽ സുന്നത്തി. വഖ്തദാഹു കലാമു ഷാരിഹി, ഷാരിഹിന്റെ കലാം അത് തേടുന്നുണ്ട്. അഷാരിഹി എന്ന് പറഞ്ഞാല് ഇമാം മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹി ആണല്ലോ. ഷാരിഹുൻ എന്ന് പറയുമ്പോ ഏത് ഷാരിഹു ആകാം എന്നാ. അഷാരിഹാകുമ്പോ എന്ന് അത് തേടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇമാം മഹല്ലി രണ്ടാമത്തെ രൂപം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് അത് തേടുന്നെന്ന് പറഞ്ഞത്. ലാക്കിൻ മിനൽ മഅലൂമിൽ ഫർഖു ബൈന മാ ഹുനാ വസമ്മാ, പക്ഷേ ഇവിടെ മഅലൂമാണ് ഫർക്ക് വുളുവിന്റെയും കുളിന്റെ ഇടയിൽ. മാഹുന എന്ന് പറഞ്ഞാല് കുളിന്റെ തർത്തീബും വസമ്മാ വുളുവിന്റെ തർത്തീബും തമ്മിൽ ഫർക്ക് ലാഹിറാണ്, മഅലൂമാണ്. കാരണം എന്താ, ഇന്ന കുല്ലം മിനൽ മഗ്സൂലി സമ്മ, അവിടെ കഴുകപ്പെടുന്ന ഓരോന്നും, വുളുവിൽ കഴുകപ്പെടുന്ന ഓരോന്നും കല്യദൈനി 2 കൈ പോലെ, മുത്തമയ്യിസുൻ അത് ഓരോന്നും വേർതിരിഞ്ഞതാണ്, മുൻഫസിലുൻ എന്താണ് വേർപിരിഞ്ഞതുമാണ്, അനിൽ ആഖരി മറ്റൊന്നിനെ തൊട്ട്. 2 കൈ എഴുതുമ്പോ വലത്തെ കൈ തസ്ലീസാക്കണം. കാരണം എന്താ, ഇടത്തെ കൈയും വലത്തെ കൈയും എന്ന് പറഞ്ഞാൽ വേറെ വേറെ അല്ലേ, ഒന്നൊന്നിൽ നിന്ന് വേറെ മുൻഫസിലായതാണ്. അപ്പോ ചേർന്ന് നിൽക്കുന്നതല്ല. അപ്പൊ മുത്തമയ്യിസ് മുൻഫസിലുൻ എന്ന് പറഞ്ഞാൽ ചേർന്നതല്ല എന്നർത്ഥം. ഇതിന്റെ ബാക്കിയായി അങ്ങോട്ട് വരുന്നതല്ല. തലേന്റെ ബാക്കിയായിട്ട് ശരീരം വരും പോലെ വലത്തെ ഭാഗത്തിന്റെ ചേർന്നിട്ട് എന്താണ് ഇടത്തെ ഭാഗം വരും പോലെ അല്ല ഇവിടെ. പിന്നെ അതാ മുത്തമയ്യിസുൻ മുൻഫസിലുൻ അനിൽ ആഖരി ഫതഅയ്യനത് ഫീഹി തിൽക്കൽ കൈഫിയ്യത്തു ലിദാലിക. അപ്പൊ അവിടുത്തെ ആ ഓരോന്നും മുത്തമയ്യിസും മുൻഫസിലും ആയതുകൊണ്ട് അപ്പറഞ്ഞ രൂപം അവിടെ വുളുവിൽ തഅയ്യുനായി. ബിഖിലാഫി മാഹുന, ഇവിടെ കുളിയിൽ ഉള്ളതിന് വിരുദ്ധമായിട്ട്. ഫഇന്ന കൗനൽ ബദനി ഫീഹി കല്ലുലുവിൽ വാഹിദി, കുളിയിൽ ശരീരം മുഴുവൻ ഒറ്റവയം പോലെയാണ് എന്നത് എന്ത് ചെയ്തു, മനഅ ഖിയാസഹു അലൽ വുളൂഇ. ഫഇന്ന കൗനൽ ബദനി
ശരീരമായി ഒരു അവയവം പോലെ ആയി എന്നത് തടഞ്ഞു. എന്തിന്? ഖിയാസഹു, കുളിയെ ഖിയാസാക്കുക, അലൽ ഉളൂയി, ഉളൂവിന്റെ മേൽ ഖിയാസാക്കുക, ഫി ഖുസൂസി ദാലിക, ഏത് ഈ തസ്ലീസിന്റെ ഖുസൂസ് പ്രത്യേകമായ കൈഫിയത്തിൽ ഖിയാസാക്കുന്നതിനെ തടഞ്ഞു എന്നാ. ഔജബലഹു, തടയുകയും ചെയ്തു, അത് നിർബന്ധാക്കുകയും ചെയ്തു. മനാന്റെ മേലത്തുവ ലഹു, എന്തിന് നിർബന്ധാക്കി? കുളിക്ക് നിർബന്ധാക്കി. ഹുക്കുമൻ, ഒരു ഹുക്കുമിനെ നിർബന്ധാക്കി. തമയ്യസ ബിഹി, ആ ഹുക്കുമ് കൊണ്ടിട്ട് അത് പ്രത്യേകമായി. എന്തിനെ തൊട്ട് പ്രത്യേകമായി? ആ ഒളുവിനെ തൊട്ട് പ്രത്യേകമായി. ഒളുവിന്റെ മേൽ ഖിയാസ് അല്ലാതെയായി. വഹുവ, ഏതാണ് ആ ഹുക്കുമ്? ഹുസൂലു സുന്നത്തി ബി കുല്ലിൻ മിനൽ കൈഫിയത്തൈനി, രണ്ട് കൈഫിയത്തിൽ രണ്ടുകൊണ്ടിട്ടും സുന്നത്ത് കിട്ടും എന്നുള്ള ആ ഒരു പ്രത്യേക ഹുക്കുമ് കുളിക്ക് നൽകി എന്നാ. ഫതഅമ്മൽഹു വകദാ യുസന്നു തസ്ലീസു ദൽക്കി. അപ്പൊ നേരത്തെ യുസല്ലീസു എന്തൊക്കെ തസ്ലീസാക്കണം എന്ന് പറഞ്ഞ് തഖ്ലീല റഅസിഹി തുമ്മ ഗസ്ലഹു എന്നിങ്ങനെ കുറെ പറഞ്ഞു. എന്ന പോലെ തന്നെ തസ്ലീസ് സുന്നത്താണ്. ദൽക്കി, ദൽക്ക് 3 വട്ടം വേണം. വത്തസ്മിയത്തി, ബിസ്മി 3 വട്ടം ചെല്ലണം തുടക്കത്തിൽ. വദ്ദിക്രി, തുടക്കത്തിലുള്ള ദിക്റും 3 വട്ടം ചെല്ലണം. ഷഹാദത്ത് കലിമ ചെല്ലണം. അൽഹംദുലില്ലാഹി ജഅൽമാ തഹൂറ ചെല്ലണം. ഇതൊക്കെ 3 വട്ടം ചെല്ലണം. പിന്നെ വസായിറ സുനനി, മറ്റു സുന്നത്തുകളെയും 3 വട്ടം ചെയ്യണം. ഹുനാ, കുളിയുടെ അവിടെ. നളീറമാമറ ഹുനാക്ക, അവിടെ ഉളുവിന്റെ അവിടെ കഴിഞ്ഞതിന് നളീറായിട്ട് ഇവിടെ 3 വട്ടം ചെയ്യണം. വമിൻ സമ്മ ജറാഹുന അക്സറു സുനനിൽ ഉളൂയി, അതുകൊണ്ട് തന്നെ അവിടെ കഴിഞ്ഞതിന്റെ നളീറാണ് ഇവിടെ എന്നതിനാൽ, വമിൻ സമ്മ എന്ന് പറഞ്ഞാതാ, അവിടെ കഴിഞ്ഞതിന്റെ നളീറാണ് ഇവിടെ എന്നതിനാൽ എന്ത് ചെയ്തു? ജറാഹുന, ഇവിടെ വന്നു. എന്ത്? അക്സറു സുനനിൽ ഉളൂയി, കുളിയുടെ അധിക സുന്നത്തുകളും ഇവിടെയും വന്നു. പിന്നെ നേരത്തെ തസ്മിയത്തി വദ്ദിക്രി എന്ന് പറഞ്ഞ ദിക്ർ തുടക്കത്തിലെ ദിക്ർ മാത്രമല്ല, ശേഷമുള്ള ദിക്റും ഉണ്ട് അല്ലെ. ദിക്റും ദുആയും എന്ന പോലെ എന്താണ് ഇന്നാൻസലിന് ഓതലും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഈ അവിടെയുള്ള ഗാലിബ് സുന്നത്തും ഏതാണ്? അധിക സുന്നത്തും വന്നേക്ക തസ്മിയത്തിൻ, ബിസ്മിയല്ല. എങ്ങനെ ബിസ്മിയല്ല? മുഖ്തരിനത്തം ബിൻ നിയ്യത്തി, നിയ്യത്തിനോട് ചേർന്നുകൊണ്ട് ബിസ്മിയല്ലുക. ആ ഇഖ്തിറാന് പ്രത്യേക സുന്നത്താണല്ലോ. വസ്തിസാബിഹ, ആ നിയ്യത്തിനെ നിലനിർത്തുക. ഒളു തീരുന്നവരെ നിലനിർത്തുക എന്ന് പറഞ്ഞ പോലെ തന്നെ കുളി തീരുന്നവരെ നിയ്യത്ത് മനസ്സിലുണ്ടായിരിക്കുക. വത്തെർക്കി നഫ്ലിൻ, കൊടയിൽ ഒഴിവാക്കുക. വെള്ളം ഇങ്ങനെ ഊരി കൊടയരുത്, അതൊഴിവാക്കുക, അത് സുന്നത്താണ്. തനഷുഫിൻ, തോർത്തൽ ഒഴിവാക്കുക. അങ്ങനെ വസ്തിയാനത്തിൻ എന്ന പോലെ ഇസ്തിയാനത്ത് ഒഴിവാക്കുക, മറ്റൊരാളുടെ സഹായം. അതായത് വെള്ളം ഒഴിക്കുന്നതിന്, വെള്ളം കൊണ്ടുവരുന്നതിന്റെ ഒഴുക്കുമ്പോ നമ്മളവിടെ പറഞ്ഞു അല്ലെ. തക്കല്ലുമിൻ എന്ന പോലെ വൈരി എഴുതിന് ആവശ്യമില്ലാതെ സംസാരം ഒഴിവാക്കുക. വക്കദ്ദിക്രി ആഖിബഹു എന്ന പോലെ ആ കുളിയുടെ ശേഷമുള്ള ദിക്ർ പോലെ അതുകൂടെ സുന്നത്തുണ്ട്. വല്ലിസ്തിഖ്ബാലി, പിന്നെ വക്കദ്ദിക്രിന്ന് കാഫ് മടക്കിയെന്തിനാ? അതിന് മുമ്പുള്ളതൊക്കെ തെർക്ക് ചെയ്യാനാ പറഞ്ഞ. അപ്പൊ ഇനി വദ്ദിക്രിന്ന് അയച്ചാലേ ദിക്ർ ഒഴിവാക്കാനായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വക്കദ്ദിക്രി ആഖിബഹു വല്ലിസ്തിഖ്ബാലി, ഇസ്തിഖ്ബാല് പോലെയും. അപ്പൊ മുസ്തഖ്ബിലായിട്ട് എന്താക്കണം? കുളിക്കുകയോ കൊടുക്കുകയൊക്കെ വേണം. അതിനനുസരിച്ച് പൈപ്പും വെള്ളമൊക്കെ സെറ്റ് ചെയ്യുക, ഹൗലൊക്കെ സെറ്റ് ചെയ്യണം എന്നർത്ഥം. വൽ മുവാലാത്തി, മുവാലാത്ത് പോലെയും. ബി തഫ്സീലി ഹസാബിഖി, മുമ്പ് പറഞ്ഞ തഫ്സീലോടുകൂടെ. സമ്മ, കുളി ഒളുവിൽ പറഞ്ഞ തഫ്സീല്, അത് എന്താണ്? ഒന്ന് കഴുകി അടുത്തത് ഉറുഫിൽ ഉണങ്ങുന്നതിന് മുമ്പ് കഴുകുക എന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്ന പോലെ അപ്പൊ ഇവിടെ തല കഴുകി, എന്നിട്ട് പിന്നെന്താണ് വലതുഭാഗം കഴുകാൻ കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോണൊക്കെ ചെയ്ത് കുഴപ്പമില്ല, ഉണങ്ങുന്നതിന് മുമ്പാകുക. വസയദ്കുറുഹാ ഫി തയമ്മുമി, മുമ്പ് പറഞ്ഞ തഫ്സീലും എന്ന പോലെ തയമ്മത്തിൽ പറയുന്ന തഫ്സീലും അല്ല. വസയദ്കുറുഹ, ആ മുവാലാത്തിനെ പറയുന്നുണ്ട് എന്നാ, തഫ്സീലല്ല. വസയദ്കുറുഹ മുസന്നിഫ് ആ മുവാലാത്തിനെ പറയുന്നുണ്ട്. തയമ്മത്തിൽ പറയുന്നുണ്ട്. മുവാലാത്തിന് തയമ്മത്തിൽ പറയുന്നെന്ന് പറഞ്ഞാല് അതിന്റെ കൈഫിയത്ത് പറയുന്നു എന്നല്ല, അത് സുന്നത്താണ് എന്ന് പറയുന്നു എന്നാണ് ഷെർവാനി പറഞ്ഞത്. പിന്നെ അപ്പൊ അത് മുവാലാത്ത് സുന്നത്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് തയമ്മത്തിൽ പറയുന്നുണ്ട് മുസന്നിഫ്. അതിന്റെ തഫ്സീലാണെങ്കിൽ പണ്ട് ഉളൂല് കഴിഞ്ഞിട്ടുമുണ്ട്, അത് മത്തിലല്ല ഷറഹില്. വൈരി താലിക്ക, ഇതല്ലാത്ത സുന്നത്തുകളെ പോലെയും. ഇതല്ലാത്ത സുന്നത്ത് എങ്ങനെ? ശരീരത്തേക്ക് വെള്ളം തെറിക്കാത്ത രീതിയിലുള്ള സ്ഥലത്ത് നിന്നിട്ട് ഒതു കൊടുക്കുക എന്ന് പറഞ്ഞില്ല, എന്ന പോലെ അങ്ങനെ കുളിക്കുക അങ്ങനെ. ഇനി വയക്ഷി ഫി റാക്കിദിൻ,
റാക്കിദായ വെള്ളത്തിൽ മതിയാവും. എന്തു മതിയാവും? വയും കല്ല, വെള്ളം കലീലായ വെള്ളമാണെങ്കിലും തഹറുക്കു ജമിയൽ ബദനി, ശരീരം മുഴുവനൊന്ന് ഇളകിയാൽ മതി. സലാസൻ 3 വട്ടം ഇളകിയാൽ മതി, എന്നാലും തസ്ലീസ് കിട്ടും. അപ്പൊ യക്ഫി എന്ന് പറഞ്ഞാൽ അപ്പൊ ഫി ഹുസൂലി അസ്ലി സുന്നത്തി തസ്ലീസി എന്നർത്ഥം. വൈല്ലം യങ്കുൽ ഖദമൈഹി ഇലാ മഹല്ലിൻ ആഖർ, കാല് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കി വെക്കണമെന്നില്ല, നിന്ന നിൽപ്പിലൊന്നും ചലിച്ചാൽ മതി. അലൽ ഔജഹി മിൻ ഇൽത്തിറാബിൻ ഫീഹി, ഔജഹാണ് അത് കാല് നീക്കണമെന്നില്ല എന്നുള്ളത്. അതാ മിൻ ഇൽത്തിറാബിൻ ഫീഹി ബൈനൽ അസ്നവി വൽ മുതഅഖിബീൻ ലി കലാമിഹി, അവിടെ ഒരു ഇൽത്തിറാബുണ്ട്. ഏത്? അത് മതിയാകും എന്നതിൽ ആരുടെ കലാമിന്റെ ഇടയിൽ ഇമാം അസ്നവിയും ഇമാം അസ്ലമിയെ വിമർശിച്ചവര്, മുതഅഖിബ് എന്ന് പറഞ്ഞാൽ മുഅ്തദിൽ എന്നർത്ഥം, ഇമാം അസ്നവിയുടെ കലാമിനെ വിമർശിച്ചവരുടെയും ഇടയിലുള്ള ആ ഇൽത്തിറാബിൽ നിന്ന് ഔജഹ് എന്താണ്? അത് മതി, കാല് മാറ്റണമെന്നില്ല എന്നാ. ലിഅന്ന കുല്ല ഹറക്കത്തിൻ, ആ മതിയാകും യക്ഫി എന്ന് പറഞ്ഞാൽ ഇല്ലത്ത് പറയുന്നില്ല. ലിഅന്ന കുല്ല ഹറക്കത്തിൻ, കാരണം ഓരോ ചലനവും തൂജിബു, അത് നിർബന്ധമാക്കും, മുമാസത്ത മാഇൻ ലി ബദനിഹി, വെള്ളം തട്ടലിനെ നിർബന്ധമാക്കും. ലി ബദനിഹി, അവന്റെ ശരീരത്തിൽ വെള്ളം തട്ടുക. ഗൈരിൽ മാഇല്ലദി ഖബ്ലഹാ, ഗൈരിൽ മായി അല്ലാത്ത വെള്ളം. ഏതല്ലാത്ത വെള്ളം? അല്ലദി ഖബ്ലഹ, ആ മുമാസത്തിന് മുമ്പുള്ള വെള്ളം അല്ലാത്ത മറ്റൊരു വെള്ളം തട്ടുക. അപ്പൊ ഇപ്പൊ വെള്ളത്തിൽ നിന്ന് ഇപ്പൊ എന്റെ ശരീരത്തിൽ വെള്ളം തട്ടിയിട്ടുണ്ട്, ഒലിക്കുന്ന വെള്ളമല്ല. ഒന്നിങ്ങോട്ട് ഇളകിയാലോ വേറൊരു വെള്ളം തട്ടിയില്ലേ, ഒന്ന് അങ്ങോട്ട് അനങ്ങിയാല് വേറൊരു വെള്ളം തട്ടിയാൽ മതി. അപ്പൊ കാലനക്കണമെന്നില്ല. ഇത് എന്ത്? ആ ഒരു ഈ ശരീരം ഒന്നായിട്ട് അനങ്ങുമ്പോഴേ ആ എന്താണ് കാലിലും ഈ ഒരു പ്രതിഫലനം ഉണ്ടാവും, കാല് മാറ്റി വെക്കണമെന്നില്ല. പിന്നെ ഈ മുമാസത്ത് എന്ന് പറഞ്ഞാൽ അവിടെയും വരും. വലമ്യന്തുറിലെ ഹാദിഹിൽ ഗൈരിയത്തി, അപ്പോ അങ്ങനെ ആകുമ്പോ ഇങ്ങനെ വേറെ വെള്ളം തട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആദ്യത്തെ വെള്ളം മുൻഫസിലായി എന്നല്ലേ? ആദ്യത്തെ വെള്ളം മുൻഫസിലായി എന്ന് പറഞ്ഞാല് അപ്പൊ വെള്ളം മുസ്താമലായി എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ കലീലായ വെള്ളത്തിൽ നിന്നാല് എന്താണ്? തസ്ലീസ് കിട്ടൂലല്ലോ, തസ്ലീസിന് മുസ്താമലായ വെള്ളം പറ്റൂലല്ലോ. ഇഷ്കാല് അതിന് മറുപടി പറയുന്നു, വലമ്യന്തുർ അല്ലെ യുൻദർ ലി ഹാദിഹിൽ ഗൈരിയത്തി, ഈ ഗൈരിൽ മാഇല്ലദി ഖബ്ലഹ എന്ന് പറഞ്ഞ ഗൈരിയത്തിലേക്ക് നോക്കിയില്ല. അൽ മുഖ്തലിയത്തി, ആ ഗൈരിയത്ത് തേടുന്നുണ്ട് ലിൽ ഇംഫിസാലി, ഇംഫിസാലിനെ, അതായത് വെള്ളം മുൻഫസിലാണ് ഉളുവിനെ തൊട്ട് എന്നർത്ഥം. അൽ മുഖ്തലിയ, ഇംഫിസാല് തേടുന്നുണ്ട് ലിൽ ഇസ്തിഅമാലി, വെള്ളം മുസ്തഅമലാകലിനെ തേടുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നോക്കിയില്ല. കാരണം എന്താ? അന്നൽ മദാറ ഫിൽ ഇംഫിസാലി, ഇംഫിസാലിലെ അടിസ്ഥാനം അൽ മുഖ്തലി ലഹു, ആ ഇസ്തിഅമാലിനെ തേടുന്ന എന്താണ്? ഇംഫിസാലിലെ അടിസ്ഥാനം അലംഫിസാലിൽ ബദനി അൻഹു ഉറുഫൻ, ശരീരം മുൻഫസിലാകുക, വേർപിരിയുക എന്നാണ്. അൻഹു, വെള്ളത്തിനെ തൊട്ട്, ഉറുഫൻ, ഉറുഫിൽ വേർതിരിയുക എന്നാണ്. ഇവിടെ ഉള്ളത് ഉറുഫിലെ ഇംഫിസാലല്ല, ഇവിടെ ഒരു എത്തിബാരിയായ എംഫിസാലാണ്. അതുകൊണ്ട് തസ്ലീസ് കിട്ടിയെന്ന. ഉറുഫിലും വെള്ളം മുത്തസിൽ തന്നെയാണല്ലോ, അവന്റെ ശരീരം വെള്ളവുമായി തട്ടി തന്നെ നിൽക്കുകയാണ്. വമാഹുന ലൈസ കദാലിക, ഇവിടെ ഉള്ളത്, അതായത് ഈ തഹറുക്കിന്റെ സമയത്തുണ്ടാകുന്ന ഇംഫിസാല് അത് അങ്ങനെയല്ല. എങ്ങനെയല്ല? ഇംഫിസാലുൽ ബദനി അൻഹു ഉറുഫൻ എന്ന് പറഞ്ഞതിൽ പെട്ടതല്ല. വകാനൽ ഫർഖു അന്നഹു യുഗ്തഫറു ഫീ ഹുസൂലി സുന്നത്തി തസ്ലീസി, അല്ലെ കഅന്നൽ ഫർഖ എന്നാന്ന് തോന്നുന്നു, നോക്കട്ടെ. കാനൽ ഫർഖു തന്നെ ഫർക്കായി. എന്ത്? അന്നഹു യുഗ്തഫറു ഫീ ഹുസൂലി സുന്നത്തി തസ്ലീസി, തസ്ലീസിന്റെ സുന്നത്ത് ഹാസിലാകുന്നതിൽ പൊറുക്കപ്പെടും. മാലാ യുഗ്തഫറു ഫീ ഹുസൂലിൽ ഇസ്തിഅമാലി, വെള്ളം മുസ്തഅമലാകുക എന്നതിൽ പൊറുക്കപ്പെടാത്തത്. എന്താണ്? ഇതിൽ പൊറുക്കപ്പെടും. കാരണം എന്താ? അന്നഹു, ഏത്? ആ ഇസ്തിഅമാല് എന്ന് പറഞ്ഞത് ഇഫ്സാദുൽ മാ ആണ്, അത് വെള്ളം നശിപ്പിക്കലാണ്, പിന്നെ ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. ഫലായിക് ഫീ ഫീഹിൽ ഉമൂറുൽ എത്തിബാരിയ, അപ്പൊ എത്തിബാരിയ ഉമൂർ വേണ്ടാന്ന് വെച്ചു, ഹഖീഖിയായ അംറ തന്നെ വേണം. വഖദ് മറ, ഇനി എന്താണ്? തസ്ലീസിന്റെ വേറെ രൂപം പറയാം. വഖദ് മറ, പിന്നെ എവിടെ കഴിഞ്ഞാ? തസ്ലീസുൽ ഗസ്ലി വൽ മസ്ഹി എന്ന് ഉളൂല് പറഞ്ഞല്ലോ, അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫീമൻ അദ്ഖല യദഹു ബിലാ നിയ്യത്ത് ഇഖ്തിറാഫിൻ, ഇഖ്തിറാഫിന്റെ നിയ്യത്തില്ലാതെ ഒരുത്തൻ കൈയിട്ടു കുറഞ്ഞ വെള്ളത്തില്. അന്നലഹു അൻ യുഹർരികഹാ സലാസൻ, അവൻ അനുവദനീയാണ് ആ കയ്യിനെ ചലിപ്പിക്കുക 3 വട്ടം എന്ന് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. വയഹ്സുലു ലഹു സുന്നത്തു തസ്ലീസി,
തസ്ലീദിന്റെ സുന്നത്ത് കിട്ടും എന്നും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തിനാ പറഞ്ഞത്? അതിപ്പറഞ്ഞതിന് തെയ്യീതാണ് എന്നർത്ഥം. ഏത് ഇവിടെ കുറഞ്ഞ വെള്ളത്തിലാണെങ്കിലും ഇറങ്ങി നിന്നിട്ടൊന്ന് അനങ്ങിയാല് തസ്ലീദ് കിട്ടും എന്നതിന് വുളൂൽ അവിടെ പറഞ്ഞത് തെയ്യീതാണ് എന്നാ. ഇനി പെണ്ണ് എന്താണ് ദമു മുങ്കത്തിയായി കുളിച്ചാൽ അവർക്ക് പ്രത്യേകമായുള്ളൊരു സുന്നത്താ പറയുന്നത്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.